എടാ, നിന്റെ അമ്മയുടെ നായരുടെ കല്യാണത്തിന്റെ കാറ്ററിംഗ് എനിക്കല്ലായിരുന്നോ? കുറച്ച് നാൾ മുമ്പ് ജാസ്മിൻ ജാഫർ, ഒരു ഇൻഫ്ലുവൻസർ ആണ് പുള്ളിക്കാരി, ഒരു മുസ്ലിം സ്ത്രീയാണ്. അവര് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തില് കാല് നനച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് റീൽ എടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ പുകില് തന്നെ ഉണ്ടായി. ഓർമ്മയില്ലേ? ആചാരം പോയി, കുള അശുദ്ധിയായി. ഗുരുവായൂരപ്പന്റെ പേരും പറഞ്ഞ് തെമ്മാടിത്തരം കാണിച്ച് നടക്കുന്ന ഒരു നികൃഷ്ട ജീവി. ഗുരുവായൂരപ്പന്റെ പേരിന് കളങ്കം വരുത്തുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സുന്ദര കില്ലാടിയായിട്ടുള്ള ചുന്ദരി വാവ ജസ്ന സലീം. പൊന്നു മോളെ, നിന്റെ അച്ഛൻ്റെ 16-ന് വിളമ്പാൻ ബിരിയാണി പഠിച്ചോണ്ടിരിക്കുവോ മാമൻ? പഠിച്ചിട്ട് വരാം കേട്ടോ, നല്ല കോരി തരാൻ. ഞാൻ വീട്ടിലിരുന്ന വീഡിയോ ചെയ്യുന്നത്, അപ്പുറം അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഒരിച്ചിരി പോലെ മാന്യത ഒന്ന് കീപ്പ് ചെയ്യുന്നുണ്ടേ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ, ജസ്ന സലീം എനിക്കൊരു മറുപടിയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നേ. ഇന്നലെ വന്നതാ, വീഡിയോ ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി. യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമത്തിൽ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ ചേച്ചിക്കുള്ള മറുപടി അങ്ങ് കൊടുത്തായിരുന്നു. ചേച്ചിക്ക് സംതൃപ്തി ആയല്ലോ അല്ലേ? അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിട്ടു. നമ്മളോട് ഇനിയൊന്നും പറഞ്ഞുകൊണ്ട് വരത്തില്ല. വേറെ കുറെ സാധനങ്ങളൊക്കെ പൊക്കിയെടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഡാഡി ഇല്ലാത്ത സുന്ദരി വാവ. നിനക്ക് തരാടിയ മോളെ, തീർന്നിട്ടില്ല നിനക്കുള്ളത്. കോടതിയിൽ നിന്ന് ഉത്തരവുള്ളതാണ്. അമ്പല പരിസരത്ത് കയറി തന്തയില്ലായ്മ നീ കാണിക്കരുത്, മനസ്സിലായോ? ഉത്തരവ് വന്നതാണ്. അവിടെ നിന്റെ റീൽസ് കോപ്പിലെ പരിപാടിയും കൊണ്ട് കയറരുത് എന്ന്. എന്നിട്ടും ഇവിടുത്തെ നിയമത്തെ പോലും പുല്ല് വില കൽപ്പിക്കുന്ന ഈ മോളെ 10 തെറി പറയണ്ടേ? നിങ്ങൾ പറ. വീട്ടിലായിപ്പോയി. അതുകൊണ്ട് മാത്രം ഒരു പരിധി കൂടുതൽ. പക്ഷെ ഞാൻ ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ പോവണേ, അമ്മയൊക്കെ ഉണ്ട്, മിക്കവാറും എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരും എൻ്റെ തലക്കിട്ടടിക്കാൻ. കാരണം പറഞ്ഞു പോകും, പറയും. അതിൽ നിങ്ങൾ എന്നോട് കോപിക്കരുത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവളുടെ തെമ്മാടിത്തരം 10 പേര് അറിയണം. ഇവളിനി വേണ്ട, ഇവളിനി അമ്പല പരിസരത്ത് കയറരുത്. ഇവളുടെ ഡാഡി ഇല്ലാത്ത പരിപാടിയും കാണിച്ചുകൊണ്ട്. അതെൻ്റെ ഒരു വാശിയാണെന്ന് തന്നെ കൂട്ടിക്കും. ഇപ്പം എനിക്കിതൊരു വാശിയാണ്. കാരണം ഹിന്ദുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, മുസ്ലിം സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, ക്രൈസ്തവ സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും പൊതു ശത്രു ആണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഐറ്റം. മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. ഞാനും അത്യാവശ്യം ഒരു വിശ്വാസിയാണ് എന്ന് വെച്ചിട്ട് മറ്റേ അങ്ങനെ അറ്റം അങ്ങോട്ട് തലയ്ക്ക് പിടിച്ച അങ്ങനത്തെ അല്ല. എല്ലാ മതത്തെക്കാട്ടിലും വലുത് മനുഷ്യത്വം തന്നെയാണ്. തുടക്കത്തിലെ അത് ഞാൻ പറഞ്ഞു വെച്ചേക്കാം. എന്ന് വെച്ചിട്ട് അമ്പലത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളെ നമ്മൾ അങ്ങോട്ട് തള്ളിക്കളയണം എന്നതിനൊരു അങ്ങനെ ചെയ്യാനേ പാടില്ല. വിശ്വാസികൾ അവരുടെ വിശ്വാസത്തെ നമ്മൾ എന്തിനാ ചോദ്യം ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവർ വിശ്വസിക്കട്ടെ. അവർ പോകുന്ന അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ പല ആചാര അനുഷ്ഠാനങ്ങൾ കാണും. അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ എതിർക്കാനോ നമ്മൾ എന്തിനാ പോകുന്നത്? അവരുടെ ഇഷ്ടം അവർ ചെയ്തോട്ടെ. ഒരമ്പലത്തിൻ്റെ കുളത്തിൽ അഹിന്ദുവിന് കാല് നനയ്ക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടെങ്കിൽ നനയ്ക്കാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അതിനെ വേറെ തലത്തിലേക്കൊക്കെ എൻ്റെ പൊന്നുമോളെ ജസ്ന സലീമെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലല്ലോ. എല്ലാം വിശദീകരിച്ച് തരാം. ഈ കഴിഞ്ഞ ദിവസം ഇവള് കാണിച്ച ഡാഡി ഇല്ലാത്ത പരിപാടി നിങ്ങൾക്ക് അറിയാലോ. ഗുരുവായൂരപ്പന് പായസം കൊണ്ട് പോയേക്കുന്നു. ഓക്കെ, എടുത്തു വെച്ച് താങ്ങിക്കൊടുത്തു. അത് മോക്ക് പിടിച്ചില്ല. മോൾ എന്നെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ അതൊന്ന് കേട്ടെ, എന്നിട്ട് ബാക്കി. എടാ, നിന്റെ അമ്മയുടെ നായരുടെ കല്യാണത്തിന്റെ കാറ്ററിംഗ് എനിക്കല്ലായിരുന്നോ? അതുകൊണ്ടല്ലായിരുന്നോ ഞാൻ ഗുരുവായൂർ ബിരിയാണി വിളമ്പിയത്? അതെന്തായി നീ ഇതിൽ കൂട്ടിച്ചേർക്കാഞ്ഞ്? ഓ, അമ്മയുടെ നായര് 2ാം കെട്ട് കെട്ടുക എന്നറിയുമ്പോ നിനക്കൂടി നാണക്കേടായിട്ടായിരിക്കുംല്ലേ? അയ്യോ, അത് മറന്നുപോയിട്ടോ. തുത്തുരിവാമ മറന്നു പോയതാണെന്ന്. തുത്തുരിവാവയ്ക്ക് ഞാൻ നല്ല രീതിയിൽ എല്ലാം ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 23 സെക്കൻഡേ ഉള്ളൂ തുത്തുരിവാവെ നിനക്ക് എന്നെ പറയാൻ. കുറഞ്ഞു പോയില്ലോ ടീമോളെ. തുത്തുരിവാവയ്ക്ക് ഞാൻ മറുപടി കൊടുത്തപ്പോൾ അത് ഏതാണ്ട് 3 മിനിറ്റോളം വന്നു. പിന്നെ തംബ്നെയിൽ മിസ്ലീഡിങ് ആണ് എഴുതിയത്.
ഈ വീഡിയോയിലും മിസ്ലീഡിങ് വെക്കും. വൃത്തികേടിൻ്റെ അങ്ങേ അറ്റം തന്നെ ചിലപ്പോൾ ഞാൻ എഴുതി വെക്കും. അതിനകത്ത് എനിക്ക് ഒരു തരത്തിലുള്ള ഒരു സങ്കടവും തോന്നുന്നില്ല, പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ എഴുതി വെക്കണം. കാരണം അതുപോലത്തെ പരിപാടിയാണ് ഇവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ എഴുതി വെച്ചത്? അമ്പല പരിസരത്ത് ബിരിയാണി വിളമ്പി. എടി നീ നാളെ അതും ചെയ്യൂടി, വിവരം കെട്ടവളെ. നീ ചെയ്യും. നീ കേക്ക് പോയി മുറിച്ചില്ലേ? നീ അവിടെ പോയി മാല ഇട്ടില്ലേ? നീ പായസം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് പോയില്ലേ? നീ ബിരിയാണി അല്ല വേറെ വല്ലതും ഞാൻ പറഞ്ഞ കൂടിപ്പോകും മോളെ. ഈ പുന്നാരമോള് വേണമെങ്കിൽ ഗുരുവായൂർ അമ്പല പരിസരത്ത് ഇങ്ങനെ പോയാൽ ഈ പുന്നാരമോള് വേശ്യാലയം തുടങ്ങും. മനസ്സിലായോ? ഇവളെ ഇങ്ങനെ അഴിച്ചു വിട്ട കോടതിയിൽ നിന്ന് ഉത്തരവുള്ളതാ. എൻ്റെ കുറച്ച് ടെമ്പർ മുട്ടുന്നുണ്ട് കേട്ടോ, ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൺട്രോൾഡ്. അമ്പല പരിസരത്ത് റീൽസ് എടുക്കുക ഇവളെ ഒറ്റൊരുത്തി കാരണം. എന്നിട്ട് ഇപ്പോഴും അവളെ തൊലിച്ചോണ്ട് അവളുടെ ക്യാമറയും കൊണ്ട് പോകുന്നുണ്ട്. ഇവളെ കാണുമ്പോൾ ഗുരുവായൂർ അമ്പല പരിസരത്തുള്ള ആളുകളോടാണ് നിങ്ങൾക്ക് കല്ല് വലിച്ചെറിഞ്ഞൂടെ ഈ ജന്തുവിനെ? ഇവൾ ഈ തോന്നിയാസമൊക്കെ കാണിക്കുന്നത് നിങ്ങളാരും കാണുന്നില്ലേ? നിങ്ങൾക്ക് കൃഷ്ണനെ ഇഷ്ടമല്ലാതെയായോ? സത്യമായിട്ട് എനിക്ക് സങ്കടം കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും തോന്നിവാസം കാണിക്കാൻ ഇവക്ക് എവിടുന്നാണ് ധൈര്യം? ഇവളൊരു പള്ളിയിൽ പോയിട്ട് ഡാഡി ഇല്ലാത്ത പരിപാടി ചെയ്യാൻ പറ്റുമോ ഇവക്ക്? ചെയ്യുമോ ഇവള്? ഒരു പള്ളിയുടെ അകത്ത് കയറിയിരുന്ന് ഇവള് ബിരിയാണി തിന്നുമോ? അകത്ത് കയറിയിട്ട് ഇവള് റീൽ എടുക്കോടി മോളെ? നീ എടുത്ത് കാണിക്ക്. നല്ല തന്തയ്ക്ക് പറഞ്ഞ പുന്നാര മോളെ നീ എങ്കിൽ ഒരു പള്ളിയുടെ അകത്ത് കയറി നീ ഒരു വീഡിയോ ഒരു റീൽ എടുത്ത് കാണിക്ക്. നടക്കുമോ? ഇല്ല. എന്തുകൊണ്ടാ? കാലവാരി പിത്തിയാലടിക്കും. അമ്പലത്തിലാണെങ്കിൽ പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ. വന്ന് എന്ത് സത്യം എനിക്ക് സങ്കടം തോന്നുന്നു ഒരു ഹിന്ദു ആയതിൽ. ഇവിടെ ഇരുന്ന് ഞാനൊക്കെ ഈ വിളിച്ചു കൂന്നെങ്കിലും ഉണ്ടേ, അവിടെ ഉള്ളവർ കാണുമ്പോൾ വലിച്ച് കീറിതിനെ. എന്തിനിവളെ കോടതിയിൽ നിന്ന് പോലും ഉത്തരവുണ്ടായിട്ട് പോലീസുകാർ, എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നു. സാറന്മാരെ നിങ്ങളൊക്കെ അവിടെ ഇവിടെ കാണുവാണെങ്കിൽ പിടിച്ചോണ്ട് പൊക്കൂടെ ഇതിനെ? എന്തായാലും ഇവക്ക് ഞാനൊരു മറുപടി കൊടുത്തു. അതും നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടതായിരിക്കും ഇൻസ്റ്റഗ്രാമത്തിലുള്ളവർ. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ടാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടോ, അവക്ക് ഞാൻ കൊടുത്ത മാന്യമായ മറുപടി. എടാ, നിന്റെ അമ്മയുടെ നായരുടെ കല്യാണത്തിന്റെ കാറ്ററിംഗ് എനിക്കല്ലായിരുന്നോ? അതുകൊണ്ടല്ലായിരുന്നോ ഞാൻ ഗുരുവായൂർ ബിരിയാണി വിളമ്പിയത്? അതെന്തായി നീ ഇതിൽ കൂട്ടിച്ചേർക്കാഞ്ഞ്? ഓ, അമ്മയുടെ നായര് രണ്ടാം കെട്ട് കെട്ടുക എന്നറിയുമ്പോ നിനക്കൂടി നാണക്കേടായിട്ടായിരിക്കുമല്ലേ? അയ്യോ, അത് മറന്നുപോയിട്ടോ. അയ്യോ, മറന്നു പോയോടി തുത്തുരുവാവേ. ഞാൻ ഓർമ്മിപ്പിക്കാലോ നിന്നെ. മോള് പറഞ്ഞില്ലേ എൻ്റെ അമ്മയുടെ നായരെന്ന്? അങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ച് നിന്നോട് നിന്റെ അമ്മയുടെ നായര് എന്ന് പറഞ്ഞ് തെറി പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? നിന്റെ അമ്മയ്ക്ക് എത്ര നായന്മാരാണ് എന്ന് വേണ്ടേ ഞാൻ ആദ്യമേ ചോദിക്കാൻ? നേർവഴി കൂടെയും താഴത്തൂടുള്ള വഴി കൂടെയും അടുക്കളപ്പുറത്തൂടെയും എത്ര പേരാ അവിടെ കയറി ഇറങ്ങുന്നേ? അല്ല, കഥകൾ പലതും ഉണ്ടല്ലോ. അല്ല, അതൊക്കെ പോട്ടെ, നിനക്ക് എത്ര നായരുണ്ട്? നേർവഴി കൂടെയും അടുക്കളപ്പുറത്തൂടെയും താഴ്വഴി കൂടെയൊക്കെ എത്ര എണ്ണം? അല്ല, അതൊക്കെ പോട്ടെ. എടി മോളെ, വീഡിയോ ആരും നിന്റെ മൈൻഡ് ചെയ്യാത്തോണ്ടാണോ നീ ഇപ്പോൾ ഈ പരിപാടിയും കൊണ്ട് ഇറങ്ങിയത്? ഇന്നലെ മറ്റേ അതുലിനിട്ട് കൊടുക്കുന്നത് കണ്ടു, ഇന്ന് ഈ അതുലിനിട്ട് അല്ലേ? പക്ഷെ നിനക്ക് മാറിപ്പോയടി, വന്ന സ്ഥലം മാറിപ്പോയടി, സുന്ദരി മാറിപ്പോയി കേട്ടോ. എടി ഓക്കെ, മിസ്ലീഡിങ് തമ്മയിലാടി ഞാൻ എഴുതി വെച്ചത്. അതിനകത്ത് എനിക്ക് ഒരു തുള്ളി പോലും സങ്കടമില്ല. തന്തയില്ലാത്ത ജസ്ന സലീം എന്ന് ഞാൻ എഴുതി. അതിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തണമായിരുന്നു. പാറ്റയ്ക്കുണ്ടായ ജസ്ന സലീം എന്ന് എഴുതണമായിരുന്നു. അതേ ഉള്ളൂ എനിക്ക് ചെറുതായിട്ട് അതിനകത്തൊരു മാറ്റം വരുത്തണമെന്ന് തോന്നിയത്. വേറൊന്നും ഒരു രീതിയിലും ഞാൻ മാറ്റത്തില്ല. അതങ്ങനെ തന്നെ അവിടെ കിടക്കും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇവളുടെ മറ്റേടത്തെ വീട്ടിലുണ്ടാക്കിയ പായസം എടുത്തുകൊണ്ട് തള്ളിക്കേറി ചെന്നു. കണ്ണന് കൊടുക്കാനാണ്. തന്തയില്ലായ്മ കാണിച്ച ഇവളെ പച്ചയ്ക്ക് തന്തയ്ക്ക് തന്നെ ഞാൻ വിളിക്കും. അതിനകത്ത് എനിക്ക് ഒരു തുള്ളി പോലും പ്രശ്നമില്ല. കാണുന്ന നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അല്ല, ഇവള് എൻ്റെയും മറ്റേ അതുളിൻ്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്നുണ്ടല്ലോ. എടി വിളിക്കടി ഇതാ മോളെ. പക്ഷെ ഒരൊറ്റ കാര്യം, നീ കാണിച്ച തെമ്മാടിത്തരത്തെ പറ്റി എന്താടി മോളെ നീ ഒരക്ഷരം പോലും മിണ്ടാത്തത്? എടി, നിനക്ക് ഈ തന്ത അതിപ്പം നേർവഴി കൂടെ ആണെങ്കിലും അടിയിൽ കൂടെ ആണെങ്കിലും അടുക്കള വഴിയാണെങ്കിലും അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നീ അതിനെ പറ്റിയും കൂടെ ഒന്ന് പറ. നീ കാണിച്ച തന്തയില്ലാഴികയെ പറ്റി
അമ്പലത്തിലേക്ക് പായസം കൊണ്ടുപോയതിനെ പറ്റി എന്താ നീ മിണ്ടാത്തത്? നിന്റെ വായിക്കാത്ത നിന്റെ മറ്റേൻ്റെ പഴം ഇരിക്കുവാണോ? അതോ നിന്റെ മറ്റേ തള്ളയുടെ നായരുടെ പഴം കയറ്റി വെച്ചേക്കുവാണോ? അതുകൊണ്ടാണോ? ഒരിത്തിരി പായസം ആ പാവം കണ്ണന് നേദിക്കാനായിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോയതാണോ ഇത്ര വലിയ തെറ്റ് എന്ന് ചോദിച്ചു വരുന്ന ആളുകളോടാണ് സ്ഥിരം ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് എന്തെങ്കിലും തെമ്മാടിത്തരങ്ങൾ ഒപ്പിക്കുന്ന ഇവളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ വരരുത്. തന്തയില്ലാത്ത ജസ്ന സലീം, അത് ഞാൻ എഴുതിയതിൽ അതിൽ മാത്രം ഒരു മാറ്റം വരുത്തണം. കക്കൂസിലെ കീടാണുവിനുണ്ടായ ജസ്ന സലീം അതായിരുന്നു ഞാൻ എഴുതേണ്ടത്. പാറ്റയ്ക്കുണ്ടായതൊന്നുമല്ല, മറ്റേ അതിനകത്തുണ്ടായ കീടാണുവിനുണ്ടായ ഒരു മോളാണ് ഇവള്. അല്ലെങ്കിൽ ഈ നാണമുണ്ടോടി നികൃഷ്ട ജീവി, നിനക്ക് നീ ഇന്നായിട്ട് ഇവളൊരു വീഡിയോ ഷെയർ ചെയ്തേക്കുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന ജാസ്മിൻ, നിങ്ങൾക്ക് ഓർമ്മ കാണും, ജാസ്മിനെ ടാഗ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇവൾ ഇട്ടേക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബിഗ് ബോസിലെ ജാസ്മിൻ ഇടയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയി റീൽസ് ചിത്രീകരണം, അമ്പലക്കുളത്തിലിറങ്ങി കാല് നനച്ചു. അതിൻ്റെ പേരിൽ അവിടെ ഈ പുണ്യാഹം തളിച്ച് എല്ലാം ശുദ്ധികലശം നടത്തിയതിന് ശേഷമാണ് പിന്നെ അങ്ങനെ ഒരു പരിപാടി ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ തെറ്റുപറ്റിയതിന് വന്ന് മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ സാധനം പൊക്കി പിടിച്ചുകൊണ്ട് വേറൊരാൾ ഒരു വീഡിയോ ചെയ്തത് ഈ മോളെടുത്ത് ഷെയർ ചെയ്തേക്കുന്നു. ഇവളുമാരോട് എല്ലാവരോടുമായിട്ട്, ജാസ്മിനോടില്ല, ജാസ്മിനെ നമ്മൾ മാറ്റി നിർത്തുന്നു, ഈ വീഡിയോ ചെയ്തവളെ ഇത് ഷെയർ ചെയ്തേക്കുന്ന ഈ ചസന സലീമിനോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണണം. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണും, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത്. കാണും. 1:26 ഗുരുവായൂർ അമ്പലത്തേക്ക് പോവുകയാണ്. ഗുരുവായൂർ അവസ്ഥയാണ് ഈ കാണുന്നത്, ഫുൾ വെള്ളത്തിലാണ്. മീനെ കൊച്ചു വളരെ അടിപൊളി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ പുലർച്ചെ മുതൽ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണം. ശുദ്ധീകരണം നടക്കുന്നതിനാലാണ് നിയന്ത്രണമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകി റീൽ ചിത്രീകരിച്ചതിനെ തുടർന്നാണ് ദേവസ്വത്തിന്റെ തീരുമാനം. ഈ ഒരു അവസരത്തിൽ ഇത് പറയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയും. എന്ത് കാഴ്ച അല്ലേ! ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും അകത്തും പുറത്തും റോഡിലും ഒക്കെ ആയിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അതിലൂടെ മീനൊക്കെ ഓടി പോകുന്നു എന്ന് കണ്ടു എന്ന് ആൾക്കാർ പറയുകയാണ്. ആ ക്ഷേത്രമുറ്റത്തും റോഡിലും ഒക്കെ ഹിന്ദുവും ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാവരും അതേ വെള്ളത്തില് ഒരേ വെള്ളത്തില് ചവിട്ടി പോകുന്നു. വെള്ളം ആരുടെയും ജാതി മതം ചോദിച്ചല്ലോ ഒഴുകുന്നത്. ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ പെങ്ങളെ, ഗുരുവായൂർ അമ്പല പരിസരത്തുള്ള കടകൾ ഭൂരിഭാഗവും മുസ്ലിങ്ങളുടെ. പക്ഷേ ആ കടകളുടെ ഒരു ഉടമസ്ഥൻ പോലും ഈ മറ്റവള് കാണിച്ചില്ലേ, ഈ ജസ്ന സലീം കാണിച്ച പോലത്തെ ഡാഡി ഇല്ലാത്ത പരിപാടി അവിടെ കാണിക്കാറില്ല. ജാസ്മിൻ ജാഫർ ചെയ്തതുപോലെ അമ്പലക്കുളത്തിൽ പോയി കാല് കഴുകാറില്ല. എന്തുകൊണ്ടാണെന്ന് നിനക്കറിയത്തില്ല. ഈ വീഡിയോ ചെയ്തവൊക്കെയല്ലേ പറയാൻ ചാൻസ് ഇല്ല. എന്തുകൊണ്ടാണെന്നല്ലേ, ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ് ശരിക്കുള്ള മനുഷ്യർ. മനസ്സിലായോ? അത് ചിലപ്പോൾ വിശ്വാസികൾ അല്ലാത്തവരാണെങ്കിൽ പോലും ഒന്ന് റെസ്പെക്റ്റ് ചെയ്തേക്കും. നമുക്ക് താല്പര്യമില്ല, വിശ്വാസമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഒരു റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ് അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെ ഭംഗം വരുത്താത്ത രീതിയിൽ മുന്നോട്ട് പോകും. പിടികിട്ടിയോ? ഇപ്പം നീ പറഞ്ഞു വരുന്ന സാധനം എനിക്ക് മനസ്സിലായി. ആൾക്കാർ മൊത്തം നീ പറയുന്നത് കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. കുറച്ച് നാൾ മുമ്പ് ജാസ്മിൻ ജാഫർ, ഒരു ഇൻഫ്ലുവൻസർ ആണ് പുള്ളിക്കാരി, ഒരു മുസ്ലിം സ്ത്രീയാണ്. അവര് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തില് കാല് നനച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് റീൽ എടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ പുകില് തന്നെ ഉണ്ടായി. ഓർമ്മയില്ലേ? ആചാരം പോയി, കുളം അശുദ്ധിയായി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ 6 ദിവസത്തെ പൂജയും പുണ്യാഹം തെളിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ പുകിലൊന്ന് അടങ്ങിയത്. ഇനിയിപ്പോ എന്താവും അറിയില്ല. ഒരു മുസ്ലിം പെൺകുട്ടി കാല് നനച്ചു എന്ന് പറഞ്ഞ് അവര് ശുദ്ധികലശം നടത്തി ആ കുളത്തില്. ഇനിയിപ്പോ ഈ വെള്ളമൊക്കെ പറ്റിയതിനു ശേഷം ഈ നാട്ടിലുള്ള എല്ലാ അമ്പലങ്ങളിലും ഇതുപോലെ ശുദ്ധികലശം നടത്തേണ്ടി വരുമല്ലോ. കാരണം നമ്മളെല്ലാവരും ജാതിയും മതവും, എല്ലാ ജാതിയിലും എല്ലാ മതത്തിലുള്ള ആൾക്കാർ ചവിട്ടി നടന്നു പോയ വെള്ളം തന്നെയാണ് എല്ലായിടത്തും ഒഴുകി എത്തിയേക്കുന്നത്. എപ്പോഴും ഇങ്ങനത്തെ ദുരന്തങ്ങൾ നമ്മളെ ഒരു വലിയ കാര്യം എപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ വെള്ളം കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന അവസ്ഥയില് ഒരു തോണിയായിട്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത് ചിലപ്പോൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളിയോ അല്ലെങ്കിൽ കൊല്ലംകാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കുമല്ലോ, ഒരു കൊല്ലംകാരനോ കൊല്ലംകാരിയോ ഒക്കെ ആയിരിക്കാം. അപ്പോ ആ തോണി കയറുന്നതിന് മുമ്പ് ആരെങ്കിലും ചോദിക്കോ, നിന്റെ ജാതി ഏതാ, നിന്റെ മതം എന്താ എന്ന് ചോദിക്കാൻ നിൽക്കുവോ? അപ്പോ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നമുക്ക് മതം ഒരു പ്രശ്നമല്ല എങ്കിൽ, ജാതി ഒരു പ്രശ്നമല്ല എങ്കിൽ, ഒരു സാഹചര്യത്തിലും നമുക്ക് മതവും ജാതിയും ഒന്നും ഒരു പ്രശ്നമേ ആകാൻ പാടില്ല. ഇനിയെങ്കിലും എല്ലാരും കണ്ണു തുറക്കൂ. ലോകത്തെ ഒരു മതവും ഒരു ആചാരവും മനുഷ്യത്വത്തെക്കാൾ വലുതല്ല. പ്രളയത്തിന് നമ്മളെല്ലാരെയും ഒരുപോലെ കാണാൻ സാധ്യമാകുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മനുഷ്യർക്ക് അത് പറ്റുന്നില്ല? തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ
ഈ നാട്ടിലെ, ഈ ലോകത്തിലെ ഒരു ജാതിയും മതവും മനുഷ്യത്വത്തെക്കാൾ വലുതല്ല. ഇപ്പോഴും ഞാനത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ചെയ്ത പെങ്ങളോടാണ്, പെങ്ങളെ, ഞാനതാ നേരത്തെയും പറഞ്ഞത്, ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് ആചാരാനുഷ്ഠാനങ്ങൾ അത് തെറ്റിക്കാൻ ഇവിടെ ആർക്കും റൈറ്റ്സ് ഇല്ല. വെള്ളപ്പൊക്കം വന്നു, അമ്പലത്തിനകത്ത് ചിലപ്പോൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ ഒരു വ്യത്യാസവും ഇല്ലാതെ ആൾക്കാരെ പാർപ്പിച്ചെന്നിരിക്കും. അത് ഭഗവാനും ഇഷ്ടമായിരിക്കും. പിടികിട്ടിയോ? പള്ളിയിൽ ചിലപ്പോൾ താമസിച്ചെന്നിരിക്കും. ഓക്കെ, അതൊക്കെ സ്നേഹത്തിൻ്റെ പുറത്തും നിങ്ങൾ ഈ പറഞ്ഞ മനുഷ്യത്വത്തിൻ്റെ പുറത്തുമാണ്. പക്ഷേ എന്ന് വെച്ച് ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ നാട് പൊക്കോണ്ടിരിക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ, അമ്പലത്തിലെ വെള്ളം, കുളത്തിലെ വെള്ളം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്, ആ പരിസരം മൊത്തവുമുണ്ട്, അമ്പലവും അമ്പലക്കുളവും റോഡും അവിടുത്തെ എല്ലാം വെള്ളമെല്ലാം മിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ അതുവഴി നടക്കുന്നുമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ഈ വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ശുദ്ധീകലശം നടത്തും അവിടെ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല, അത് നടത്തും. ഞാനത് അന്വേഷിച്ചതാണ്. മനസ്സിലായോ? അത് ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. അത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ മതത്തിനും ഉണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ആയിട്ടില്ല. അവിടുന്ന് ആരും നമ്മളെ താങ്ങാൻ വരുന്നില്ലല്ലോ. പിന്നെ ജാസ്മിൻ ജാഫറിൻ്റെ കേസ്, അവിടെ കാല് നനച്ചതിൻ്റെ ജാസ്മിൻ തന്നെയാണ് അവിടെ ശുദ്ധി കലശത്തിനുള്ള പൈസയൊക്കെ കൊടുത്തത്. അത് നിങ്ങൾക്കറിയാമോ? ഞാൻ അങ്ങനെ കേട്ടു, അവർ തന്നെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മുസ്ലിമിൻ്റെ പൈസയാണ്. മുസ്ലിമിൻ്റെ പൈസ മേടിച്ചതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അവിടെ പൈസ മുസ്ലിമിൻ്റെ ആണോ ക്രിസ്ത്യാനിയുടെ ആണോ എന്നല്ല, അവിടെ ഒരു ആചാര അനുഷ്ഠാനം ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്തു, അത്രേ ഉള്ളൂ. പള്ളിയിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞായറാഴ്ച പള്ളിയിൽ മറ്റേ അപ്പം തരുമല്ലോ, എന്താ അതിൻ്റെ പേര് ഞാൻ മറന്നു, ഇപ്പം ഒരു അപ്പം തരും. അത് ആ ഒരു കാസ്റ്റിലുള്ള ക്രിസ്ത്യാനികൾക്ക് മാത്രമേ പറ്റുള്ളൂ. വേറൊരു കാസ്റ്റിലുള്ള, ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, സൺഡേയിൽ ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അപ്പം അത് ക്രിസ്ത്യൻസിന് മാത്രമേ ഉള്ളൂ. അതായത് മറ്റേ എന്താ പറയുക അതിന്, മറ്റേ ഞാൻ പേര് മറന്നുപോയി, ഒരു പരിപാടി ഉണ്ടല്ലോ, മറ്റേ ഒരു ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് മറ്റേ ആ സംഭവം ചെയ്തവർക്ക് മാത്രമേ, ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി, ഐ എം റിയലി സോറി, ചെയ്തവർക്ക് മാത്രമേ അപ്പം കഴിക്കാൻ പാടുള്ളൂ, അല്ലാത്തവർക്ക് കഴിക്കാൻ പാടില്ല. എന്ന് വെച്ചിട്ട് പള്ളിയിൽ കയറാൻ പാടില്ല എന്നില്ല, പള്ളിയിൽ കയറാം. പിടികിട്ടിയോ? ഇപ്പം ഈ കഥ പറഞ്ഞ ജയിച്ചോടാ ഞാൻ പറയുന്നത്. മനുഷ്യത്വം തന്നെ ചേച്ചി വലുത് എന്ന് വെച്ചിട്ട് ഓരോ കാസ്റ്റിലും അതിൻ്റെതായിട്ടുള്ള ചെറിയ അച്ചടക്കങ്ങളുണ്ട്. അതൊന്ന് കീപ്പ് ചെയ്താൽ പോരെ? അതിനെന്താ ഇത്ര വലിയ കുഴപ്പം? അതാ ഞാൻ ചോദിക്കുന്നത്, അതിനെന്താ ഇത്ര വലിയ കുഴപ്പം? തോന്നിവാസം കാണിക്കാൻ എല്ലാത്തിനെയും അങ്ങോട്ട് അഴിച്ചു വിടണോ? ഈ ചസന സലീമിനെ പോലുള്ളവരെ അഴിച്ചു വിടണോ? ജാസ്മിൻ ജാഫറിന് അന്ന് കാര്യം മനസ്സിലായി, അവളത് മാപ്പ് പറഞ്ഞ് അവൾ പോയി, അവള് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. പിടികിട്ടിയോ? റീലുണ്ടാക്കാൻ ഇവളാണ് പിന്നെ അവിടെ കയറി ചെല്ലുന്നത്. ഇവള് കയറുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവളെ അതാണ് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാത്തത്. കേക്ക് മുറിക്കുക അമ്പല പരിസരത്ത്, ഇങ്ങനെയുള്ള ഡാഡി ഇല്ലാത്ത പരിപാടികൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈകൊട്ടി ആഘോഷിക്കുക ഇവളെ. ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പരിപാടികൾ മാത്രം ചെയ്യുന്ന ഇവളെ എനിക്ക് ഒരു രീതിയിലും ആട്ടി തുപ്പാനാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി, എൻ്റെ ഫ്രണ്ട് വല്ലതും കണ്ടു കഴിഞ്ഞാൽ കല്ലല്ല, മുഖത്ത് നോക്കി ഞാൻ തുപ്പും, ഉറപ്പാ. കാരണം ലിറ്ററലി ഇത് കുറച്ച് ഓവറാണ്. ഇവളെ തെറി പറഞ്ഞത്, ഇവക്ക് പിന്നെ കണ്ടന്റ് അത്രേ ഉള്ളൂ. പിടികിട്ടിയോ? ആചാരാനുഷ്ഠാനങ്ങളെ വെച്ച് ഇവിടെ ആരും കണ്ടന്റ് ഉണ്ടാക്കി നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവളതാ ചെയ്യുന്നത്. ഒരാൾ എന്തോ കമൻറ്റ് ബോക്സിൽ തെറി ഇട്ടു എന്നും പറഞ്ഞത് അയാളെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. പൊന്നുമോളെ, ഒരാളൊന്നും അല്ല, നീയുമായി ബന്ധപ്പെട്ട് ഏത് വീഡിയോ നീ പോയി നോക്കിക്കോ, താന്തയ്ക്കും തള്ളയ്ക്കും നല്ല കാനത്തിലാണ് വിളിച്ചോണ്ടിരിക്കുന്ന നാട്ടുകാർ. നീ എത്ര പേർക്ക് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കും? ഇതൊന്ന് കണ്ടോ? നജീബ് അക്ബറെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കുറേ ആയിട്ടോ. അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നിനക്കൊക്കെ ഈ വർഗീയത പറയാതെ ജീവിക്കാൻ പറ്റൂല. ഞാൻ ഹിന്ദു ആയിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടോ എങ്ങനെയോ ജീവിച്ചോട്ടെ, നീ എന്തിനാണ് എന്നെ പൂവും മാവും ഒക്കെ കൂട്ടി വിളിക്കാൻ നിൽക്കുന്നത്? നിനക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഞാൻ ഹിന്ദുവിൻ്റെ വേഷത്തിൽ നടക്കുന്നതിലോ അല്ലെ മുസ്ലിമിൻ്റെ വേഷത്തിൽ നടക്കുന്നതിലോ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ അങ്ങ് ബ്ലോക്ക് ചെയ്താള്. ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഞാൻ പറയാം, മഴ പെയ്ത് വെള്ളം കയറി എല്ലാവരും കൂടി ഒരു ക്യാമ്പിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ആയിട്ട് നിൽക്കുന്നു.
അതൊക്കെ മതേതരത്വം. അപ്പയും നിനക്കൊക്കെ മതേതരത്വം കോണെ അടിക്കാതെ നീ നിർത്ത് നീ കൂടുതൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ഇവളുടെ. നീ രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യല്ലേ നീ അവിടെ പോയി കാണിക്കുന്ന ഡാഡി ഇല്ലാത്ത പരിപാടിയും വെള്ളപ്പൊക്കവും അവിടുത്തെ മതസൗഹൃദം കൂടെ നീ കൂട്ടിക്കുഴയ്ക്കാതെ നീ കേട്ടാ. നിനക്ക് കിട്ടിയ ഗ്യാപ്പിൽ നീ മറ്റേ സിക്സർ അടിക്കാൻ നോക്കുമല്ലേ, നീ അതുകൊണ്ട് ഇറങ്ങല്ലേ. വിഡ്ഢികൾക്ക് പിടികിട്ടത്തില്ല, മനസ്സിലായോ? വിഡ്ഢികൾക്ക് മനസ്സിലാവത്തില്ല. ഒരു ഇച്ചിരി ബുദ്ധിയുള്ളവർക്ക് കാര്യം പിടികിട്ടും. നീ എങ്ങോട്ടാ നീ ഗോൾ അടിക്കാനുള്ള നിന്റെ പോക്ക്. അത് നീ കൈ വെച്ചാൽ മതി, പൊത്തി വെച്ചാൽ മതി. നീ ഇനി അങ്ങോട്ട് ചെല്ല്. എൻ്റെ അറിവിൽ DGPക്ക് പരാതി പോകുന്നുണ്ട്, ദേവസ്വം ബോർഡ് പരാതി പോകുന്നുണ്ട്. നീ ചെല്ല്. ഇനി നിന്നെ പോലുള്ള മോളെ ഇങ്ങനെ കയറൂരി ഗുരുവായൂർ അമ്പല പരിസരത്ത് വിട്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും അത് നാളെ ദോഷം ചെയ്യും, ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും ഓർത്തു വെച്ചോ, എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഇവള് നാളെ ദോഷമായി മാറും. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. കൂടുതൽ എനിക്ക് തെറി പറയാൻ വയ്യ. ഉള്ള കാര്യം നീറ്റായിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.